നമസ്കാരം. തെക്ക് വടക്കിലേക്ക് വീണ്ടും ഞങ്ങൾ വി കെ ചെറിയാൻ, ദാമോദർ പ്രസാദ് നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെ പറ്റിയാണ്. ദാമോദർ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയുണ്ട്. കേരളത്തിൽ CPM PR ഏജൻസിയെ ഹയർ ചെയ്തു, കോൺഗ്രസ് PR സംഗതി ചെയ്തു, കൊണകേലു എൻ്റെ സുഹൃത്തും കൂടിയാണ്, അദ്ദേഹമാണ് മെയിൻ PR എന്നൊക്കെ പറഞ്ഞ് ഒരു ഇടയ്ക്കൊരു ഒരു ആരോ പറഞ്ഞ പോലെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്നുള്ള മട്ടിലുള്ള ചില ആരോപണങ്ങൾ രണ്ടു കൂട്ടരും, അതായത് കോൺഗ്രസും CPM ഉന്നയിക്കാറുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം BJPയുടെ ഇലക്ട്രൽ സർക്കസും സക്സസിനും കാരണം ഇന്ത്യയിൽ അവർ ഉണ്ടാക്കിയെടുത്തൊരു ഇലക്ഷൻ മെഷീനറിയാണ്. അതിനെയാണ് എനിക്ക് തോന്നുന്നത് CPM കോൺഗ്രസും, കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേകിച്ച് മാറി മാറി PR നെറ്റ്വർക്ക്, PR എന്ന് പറയുന്നത്. അവർക്ക് എനിക്ക് തോന്നുന്നു മനസ്സിലാകാത്ത ഒരു സംഗതിയുണ്ട്. ഇന്ത്യയിലെ ഇലക്ഷൻ മെഷീനറി 2014 പ്രശാന്ത് കിഷോറിനെ ഉപയോഗിച്ച് BJP ഉണ്ടാക്കിയ വിജയം കൊണ്ട് അത് മിക്ക സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും, പിന്നെ ഇപ്പോൾ DMK ഭരിക്കുന്ന തമിഴ്നാടും TMC ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളും ഉൾപ്പെടെ എല്ലായിടത്തും പ്രശാന്ത് കിഷോറിൻ്റെ സ്റ്റൈൽ ഓഫ് ക്യാമ്പയിൻ, അതിനെ PR എന്ന് വിളിക്കാം, പക്ഷേ ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന് വിളിക്കാം, പല പേരുകളിൽ പലരും വിളിക്കുന്നുണ്ട്. കേരളത്തിൽ പക്ഷേ ഇലക്ഷൻ മാനേജ്മെന്റ് എന്നുള്ള ഒരു സംവാദമേ പൊതുമണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് പകരം PR എന്ന് പറയുന്നു. എന്താണ് ഇത് കാണിക്കുന്നത്? അതായത് ഇന്ത്യയിലെ ഇലക്ഷൻ ക്യാമ്പയിൻ മാനേജ്മെന്റ് ഒരു മാനേജ്മെന്റ് ഡിലൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ കോടികൾ, ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ തമിഴ്നാട് ഇലക്ഷന് ഐപാക്കിൻ്റെ കോൺട്രാക്ട് 500 കോടിയുടെ കോൺട്രാക്റ്റ് ആയിരുന്നു. അതിലെ ഒരു 500 പേരെങ്കിലും ഇരിക്കുന്ന ഒരു ഹാളിൻ്റെ മുമ്പിൽ പോയി ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, അവരുടെ ഒരു DMK സുഹൃത്ത് വഴി. തമിഴ്നാട്ടിലല്ല, വെസ്റ്റ് ബംഗാൾ നമ്മൾ കണ്ടു. ഐപാക്കിൻ്റെ അവിടുത്തെ ലോക്കൽ ചീഫായ ജെയിനെ ED റെയ്ഡ് ചെയ്തപ്പോൾ മമതാ ബാനർജി നേരിട്ട് പോയി ആ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്നു. കാരണം വെച്ചാൽ ആ ലാപ്ടോപ്പിലും അവിടെയാണ് സ്ട്രാറ്റജിയുടെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ആയിട്ടുള്ള പ്രത്യേകതകളും അവിടെ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജികളും ഒക്കെ അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അവർ പോയി എടുത്തത്. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കേരളത്തിൽ നമ്മൾ അഭ്യർത്ഥിതരാണ്. നമ്മൾ 100% ലിറ്ററസിക്കാരാണ്. എന്തുകൊണ്ട്, എനിക്ക് ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് കേരളം അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ രാഷ്ട്രീയക്കാരും പൊതുസമൂഹവും ഈ ഒരു റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്? ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഈ റിയാലിറ്റി എന്ന് പറഞ്ഞത് മോഡേൺ ഇലക്ഷൻ മാനേജ്മെന്റ്, അത് ഇന്ത്യയിൽ BJPയും DMK TMC പോലുള്ള പാർട്ടികളും മാനേജ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവരിപ്പോൾ അതൊരു ഉറപ്പിച്ചു കഴിഞ്ഞു, അതൊരു പാർട്ടാണ് ഇലക്ഷൻ ക്യാമ്പയിന്. പക്ഷെ കേരളത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പല CPM-നും കോൺഗ്രസിനും ഒക്കെ മടിയാണ്. കണകയിലു എന്ന് പറയുന്നതല്ലാതെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ്, അദ്ദേഹം എന്തിനാണ് AICC മെമ്പറായിട്ടിരുന്ന് ഇതൊക്കെ നോക്കുന്നത് എന്നതുപോലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ പോലും ചിന്തിക്കുന്നില്ല. അപ്പോൾ പിന്നെ പൊതുമണ്ഡലത്തിന്റെ കാര്യം പറയണ്ടല്ലോ. അതിന്റെ അകത്ത് നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹൈലി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഹൈലി മീഡിയേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഉണ്ട്, മെയിൻ സ്ട്രീം മീഡിയ ഉണ്ട്, എല്ലാം ഹൈലി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് നമുക്ക് 2014 ശേഷം, അതിന് തൊട്ടുമ്പ് തുടങ്ങിയെങ്കിൽ കൂടി ഒരുപക്ഷെ അതിന്റെ ആദ്യ ഘട്ടം നമ്മൾ കാണുന്ന വാജ്പേയി സർക്കാരിന്റെ അവസാന സമയത്തുള്ള ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ, ഹൈലി മീഡിയേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു കോർപ്പറേറ്റ് വൽക്കരണവും അതേ കോർപ്പറേറ്റ് ഏജൻസിയിൽ കടന്നു വരുന്നത്. അപ്പോൾ അതിനെ ഒരു ബാക്ക് ബ്രാൻഡ് ചെയ്യുന്നത് നമുക്ക് തൊട്ട് മുമ്പും അതിന് വളരെ മുമ്പുള്ള സംഭവം നോക്കുകയാണെങ്കിൽ സാധാരണ നല്ല ഓർമ്മയുണ്ട്. എനിക്കത് തീർച്ചയായിട്ടും ഓർമ്മയില്ലാത്ത കാര്യം, ആ സമയത്ത് ശിശുവായിരിക്കും. പക്ഷെ ഇപ്പോ DDP ഹർത്താവോ എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ നിന്ന് ആ പാർട്ടി ഇൻവെന്റ് ചെയ്യുന്ന ഒരു സ്ലോഗനാണ്. അത് വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധിയും എല്ലാം ആ കാലത്ത് ക്യാമ്പയിൻ. അതുപോലെ പക്ഷെ ഈ
VP സിംഗ് ഗവൺമെന്റിന്റെ അതിനുശേഷം പിന്നീടുള്ള മറ്റേ നരസിംഹറാവുവിന്റെ ഗവൺമെന്റിന് ശേഷം പിന്നീട് വരുന്ന BJP ഗവൺമെന്റിലെ ആ സമയപ്പോഴേക്കും നമുക്ക് അറിയാവുന്ന കാര്യം മീഡിയ വലിയ റോൾ വഹിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് അന്ന് വിഷ്വൽ മീഡിയ, പിന്നീട് സോഷ്യൽ മീഡിയയും പങ്കുവഹിക്കാം. അപ്പോഴേക്കും മീഡിയേറ്റഡ് ആയ ക്യാമ്പയിൻ വരുന്നതോടെ ഇതിന് വേറെ പ്രൊഫഷണൽ ഒരു സംവിധാനം അങ്ങനെയാണല്ലോ സാധാരണ മറ്റേ എന്താണ് ഒരു ഇമേജ് മാനേജ്മെന്റ് ഒക്കെ 2-3 പേരുണ്ട്. ഇപ്പോ നമ്മുടെ മലയാളികളായിട്ടുള്ള 2-3 ഇമേജ് മാനേജ്മെന്റ് ആൾക്കാരുണ്ട്. എനിക്ക് പെട്ടെന്ന് പേര് ഓർക്കുന്നില്ല. ഒന്ന് എന്താണ് ദിലീപ് ചെറിയാനാണോ എന്താണ്? ഇല്ല, ദിലീപ് ഒക്കെ ചെയ്തത് വെറും മീഡിയ ഇന്റർവെൻഷൻ മാത്രമാണ്. അതായത് പ്രശാന്ത് കിഷോർ ചെയ്ത പോലെ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി മീഡിയക്ക് വേണ്ടി മാത്രമല്ല, അതായത് പാർട്ടികൾക്ക് വേണ്ടി, പാർട്ടികൾ എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള മുതൽ അതിന്റെ ഒരു ഔട്ട്പുട്ടായിട്ടേ മീഡിയയിൽ വരുന്നുള്ളൂ. ദിലീപ് അതായത് ഇംപ്രഷൻ മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം നേരിട്ട് പണ്ട് കവല പ്രസംഗങ്ങളും നേരിട്ട് രാഷ്ട്രീയക്കാർ നടത്തുന്ന ക്യാമ്പയിനും വരുമ്പോൾ ഒരു ഇംപ്രഷൻ മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. പിന്നീട് അതിന് പല ഡെവലപ്മെന്റ് ആ സമയത്താണ് ഇത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തന്നെ പാർട്ടിക്ക് പുറമെ ഔട്ട്സോഴ്സ് ചെയ്തുള്ള ഒരു പ്ലാൻ. അതായത് നമ്മൾ US പൊളിറ്റിക്സിനെ കാണുന്ന പോലെ ഒരു ഗെയിം പ്ലാൻ വേണം, സ്ട്രാറ്റജൈസ് ചെയ്യണം പൊളിറ്റിക്സ്. ആ രീതിയിൽ എങ്ങനെയാണ് ഇതൊക്കെ പണ്ട് രാഷ്ട്രീയക്കാർ നേരിട്ട് അവരുടെ മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ടിട്ട് കരുണാകരന്റെ കരതലത്തിലായിരുന്നു കേരളത്തിനകത്ത് ഒരു ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂൻസി അവിടെ എത്ര സാമൂഹ്യ വിഭാഗങ്ങളുണ്ട്, ഏതൊക്കെ തരം ജാതിയാണ് അവിടെ ഉള്ളത്, ഏതൊക്കെ സമുദായങ്ങൾ അവിടെ ഉണ്ടെന്നൊക്കെ അങ്ങനെ മാറിക്കൊണ്ട് രാഷ്ട്രീയക്കാരുടെ ഒരു അകൽച്ചയുടെ അകത്ത് കാണാം. അവർക്ക് പൊതു കാര്യങ്ങളുടെ ഒരു അകൽച്ചയും വരികയും ആ സമയത്ത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജൈസ് ചെയ്യാൻ വേണ്ടി പല പ്രൊഫഷൻസ് കിടന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ പ്രശാന്ത് കിഷോറിനെ പോലെ പക്ഷെ പ്രശാന്ത് കിഷോറിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന കാര്യം തമാശയെങ്കിൽ അയാളുടെ സ്വന്തം കാര്യങ്ങൾ പരാജയപ്പെട്ടു പോയി. അപ്പോ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുമ്പോഴും പാർട്ടി എന്ന് വിളിക്കുന്ന ഓർഗനൈസേഷന്റെ കോർ സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പൊ സംഘ് പരിവാറിന് ഇന്ത്യയുടെ വിജയം പ്രശാന്ത് കിഷോറിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ RSS എന്ന് വിളിക്കുന്ന ഒരു വലിയ സംഘടനയുടെ അടിസ്ഥാന ബേസിന്റെ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് നരേന്ദ്രമോദി. ആ സംഘ് പരിവാർ സംഘടനകൾ നടത്തിയ ദീർഘകാല പ്രവർത്തനങ്ങളും അവർ അടിത്തട്ട് പ്രവർത്തിച്ചതിന്റെ റിസൾട്ടാണ്. ഇത് പ്രശാന്ത് കിഷോറിന്റെ ഒരു സ്ട്രാറ്റജി. പ്രശാന്ത് കിഷോർ അതിന് വേണമെങ്കിൽ ഒരു മാനേജ്മെന്റ് ചില സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള എന്താ പറയുക സ്ട്രാറ്റജിക് ആയിട്ട് ചില സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവാം. പക്ഷേ സംഘ് പരിവാർ ഓർഗനൈസേഷന്റെ അടിത്തട്ടിലെ പ്രവർത്തനങ്ങളുടെ റിസൾട്ടാണ് മോഡിയുടെ 2014 വിജയത്തിന് കാരണമായത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നമ്മൾ എത്തുകയാണെങ്കിൽ ഏറ്റവും തമാശ വരുന്ന കാര്യം കനകോലുവിനെ കുറിച്ചാണ് ഈ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ആളായിട്ട് തെലങ്കാനയിലെ വിജയത്തിന് കാരണമായി, രേവന്ത് റെഡ്ഡിയുടെ വിജയത്തിന് കാരണമായി എന്ന് പറയുന്ന കനകോലു. പക്ഷെ തമാശന് കനകോലു വന്നിട്ടും കോൺഗ്രസിന്റെ പരമ്പരാഗത സ്വഭാവം മാധ്യമത്തിന്റെ കാര്യം ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ല. 55 പേരുടെ ലിസ്റ്റേ പുറത്തു വന്നിട്ടുള്ളൂ. അപ്പൊ കോൺഗ്രസിന് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന എല്ലാവിധ ഗ്രൂപ്പ് തർക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രതിസന്ധികളൊക്കെ കനകോലിന് വരിക. അപ്പോ പ്രാഥമികമായിട്ട് കോൺഗ്രസിന്റെ ഈ ഓർഗനൈസേഷൻ സ്ട്രാറ്റജിക്കകത്ത് ഒരു ചുക്കും കനകോലു ചെയ്യാൻ വേണ്ട. കനകോലിന് ഈ പുറത്തുനിന്ന് കുറെ സ്ട്രാറ്റജി പറയാന്നല്ലാതെ ഇന്ന സ്ഥാനാർത്ഥിയോട് മത്സരിക്കാം, ഇന്ന സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ഇവിടുത്തെ ഈ ഒരു നമ്മൾ ഡാറ്റ വെച്ചുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നല്ലാതെ ആക്ച്വൽ സ്ഥാനാർത്ഥി നിർത്തി മുഴുവൻ കോൺഗ്രസിന്റെ പാരമ്പര്യ സ്വഭാവം പ്രകടിപ്പിച്ചു. CPM-നെ സംബന്ധിച്ച് CPM-ൽ ഉണ്ടായൊരു വ്യത്യാസം അതിന്റെ അകത്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ CPM-ന്റെ ഓർഗനൈസേഷൻ സ്ട്രെങ്തും അതിന്റെ ഒരു ബേസിന്റെ അകത്ത് കേരളത്തിൽ വളരെ ശക്തമായിട്ടാണ്. അതിന്റെ അകത്ത് അവർക്ക് വേറൊരു ആളുടെ ആവശ്യമില്ല. എപ്പോഴും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്ക് വേറെ ആരുടെ അടുത്തേക്ക് പോയിട്ടില്ല. ഇപ്പൊ കനകോലിനെ പോലും അല്ലെങ്കിൽ വേറെ പുറമേ ആളെ അവർ ഏൽപ്പിച്ചില്ല. പക്ഷെ ഈ ഹൈലി മീഡിയേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ സമയം വന്നതോടെ സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമത്തിലൂടെ ക്യാമ്പയിനിലൂടെ അതിലേക്ക് ഇറങ്ങണമെങ്കിലും അതിലേക്ക് ഇറങ്ങുക, അതിന് വലിയ വ്യാപകമായിട്ടൊരു പ്രചരണ പരിപാടി നടത്തുക, പ്രൊപ്പഗാൻഡ. ആ പ്രൊപ്പഗാൻഡ നടത്താൻ ഒരു മെഷീനറി സംവിധാനം വേണമെന്ന് CPM-ന് വലിയ തിരിച്ചറിവായിരിക്കണം. ഇവരെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ തോതിലുള്ള ഇവന്റ് മാനേജ്മെന്റും എല്ലാ ഇവന്റാണ് CPM സംബന്ധിച്ച മുഴുവൻ ഇവന്റ്. പല ഇവന്റുകളും കേരളത്തിൽ കാണാം. ഇവന്റ് ഉദാഹരണത്തിന് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് വിളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോർ പ്രോജക്ട് അതൊരു ഇവന്റ് ആയിട്ടാണ് നടക്കുക. ഉദാഹരണം മമ്മൂട്ടിയെ പോലെ സെലിബ്രിറ്റിയെ വിളിച്ചാണ് ചെയ്യുന്നത്. അതങ്ങനെയല്ല. ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇടതുപക്ഷ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ്. അതൊരു വലിയ പ്രോസസ്സാണ്. അതൊരു വലിയ സോഷ്യൽ ഇന്റർവെൻഷൻ ആണ്, പബ്ലിക് ആക്ഷൻ ആണ്. CPM എപ്പോഴും പറയുന്നത് പബ്ലിക് ആക്ഷനെ കുറിച്ചാണ്. അതിന് പകരം അത് ഇവന്റ് ആക്കി മാറ്റി മമ്മൂട്ടിയെയും വിളിച്ച്, മോഹൻലാൽ വന്നില്ല, മമ്മൂട്ടിയെ വിളിച്ചിട്ട് ഇതാവുക. നമ്മൾ ഏത് ഘട്ടത്തിൽ കണ്ട് അവിടെയാണ് എനിക്കും ഇതുള്ളത്. മമ്മൂട്ടിക്ക് പകരം അവിടെ കേരള മോഡലിനെ പറ്റി ലോക പ്രശസ്തിക്ക് ഒരു കാരണക്കാരൻ അമർത്യ സെന്നാണ്. അമർത്യ സെൻ ആയിരുന്നു ചീഫ് ഗസ്റ്റ് എങ്കിൽ എന്തായിരിക്കും ആ ഡിക്ലറേഷന്റെ അതൊരു ലോക ന്യൂസ്, വേൾഡ് ന്യൂസ് ആയിട്ട് മാറിയത്. അവിടെയാണ് ഈ
ഇതോടെ ഒരു തരത്തിൽ പറഞ്ഞാൽ താഴ്ന്ന ഒരു തരം ലോ ലെവൽ PR സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇവന്റ് സ്ട്രാറ്റജിയും ഈ ഒരു സ്ട്രാറ്റജിക്കലായിട്ട് ഇപ്പൊ പ്രശാന്ത് കിഷോറൊക്കെ പോലുള്ള ഒരാളാണെങ്കിൽ അയാൾ അദ്ദേഹം പറയും, നിങ്ങൾ അമർത്യാസനല്ലേ നിങ്ങളുടെ കേരള മോഡലിനെ ഇത്ര പ്രശസ്ത, അദ്ദേഹത്തെ വിളിക്കൂ, അദ്ദേഹം നോബൽ പ്രൈസുകാരനാണ്, അദ്ദേഹം വന്നിരിക്കും. അവിടെയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് PR ഈവന്റ് മാനേജ്മെന്റും സ്ട്രാറ്റജിക് പ്ലേസ്മെന്റ് ഓഫ് ഫാക്ട്സും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാകാതെ പോകുന്നത്. പ്രശാന്ത് കിഷോർ ചെയ്യുന്ന അതാണ്, അത് സ്ട്രാറ്റജിക്. പക്ഷെ പ്രശാന്ത് കിഷോറിന് സ്വന്തം കാര്യം പരാജയപ്പെട്ടു പോയെന്ന് കാണാതിരിക്കണം. പ്രശാന്ത് കിഷോർ സ്വന്തം അതൊരു ഇതല്ല. അദ്ദേഹം ഈ സ്വന്തം കാര്യം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം വേറെ പൊളിറ്റിക്കൽ സ്പേസിലേക്ക് പോയിരിക്കുകയാണ്. സ്ട്രാറ്റജിക് പ്ലേസ് മാത്രമല്ല, പൊളിറ്റിക്കൽ സ്പേസിലേക്ക് പോകുമ്പോൾ അതിന്റെ ടേംസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ടേംസ് ഓഫ് വർക്കിംഗ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഇപ്പം DMK പോലുള്ള പാർട്ടിയുടെ അഡ്വാൻറ്റേജ് ഞാൻ നോക്കിയിട്ട് അവിടെ സിംഗിൾ കമാൻഡാണ്. അതായത് സ്റ്റാലിനും ഫാമിലിയും പറയുന്നത് എല്ലാവരും കേൾക്കും. കോൺഗ്രസിൽ അതില്ല. കോൺഗ്രസിലെ ഇപ്പം ഗാന്ധി ഫാമിലി ആണെങ്കിലും കണ്ടില്ലേ സുധാകരൻ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നത്. ആ ഒരു കൾച്ചറുണ്ട്, കോൺഗ്രസിന്റെ ഒരു ലൂസ് കൾച്ചർ. BJPയിലും RSSലും ഒക്കെ സിംഗിൾ കമാൻഡാണ്. മോദി ആണെങ്കിൽ അല്ലെങ്കിൽ അമിത്ഷാ ആണ് ക്യാമ്പയിന്റെ ചീഫ് എങ്കിൽ അദ്ദേഹം പറയുന്നതാണ് ലാസ്റ്റ് വേർഡ്. അപ്പം കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്യാൻ അവർക്ക് ഈസിയാണ്. TMCയിലും അതുപോലെ തന്നെ. TMCയിലും ചെയ്യുന്നത് നമ്മൾ കാണുന്നത് മമതാ ബാനർജിയുടെ നെഫ്യൂ അഭിഷേക് ബാനർജിയാണ് ഇതിൻ്റെയൊക്കെ ചാർജ്. അപ്പൊ ഇങ്ങനൊരു സിംഗിൾ കമാൻഡ് സ്ട്രക്ചർ ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. പ്രശാന്ത് കിഷോറിന്റെ കാര്യത്തിൽ അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആ ഒരു ഡൈനാമിക്സ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മറ്റേത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇലക്ഷൻ സമയത്ത് വിജയിക്കാൻ വേണ്ട സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുക, അത് എന്തൊക്കെ ചെയ്യണം. ഇപ്പം DMKയുടെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കഴിഞ്ഞ ഇലക്ഷന് ഒരു കാൻഡിഡേറ്റ്, DMKയുടെ കാൻഡിഡേറ്റ് ആ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എവിടെയൊക്കെ പ്രസംഗിക്കണം, എവിടെയൊക്കെ എന്തൊക്കെയാണ് അവിടെ പറയേണ്ടത് എന്ന് പോലും ഇവർ ഐപാക്കുകാരെ എഴുതി കൊടുക്കുവാൻ, അവരുടെ ആ ടൂർ പ്രോഗ്രാം മുഴുവനും ചെയ്യുന്നത് അവരാണ്. എന്നിട്ട് നിങ്ങൾ പോയി പെർഫോം ചെയ്താൽ മാത്രം മതി. ആ ഒരു ലെവലിലേക്ക് എന്താണ് മിനിസ്ക്യൂൾ ഇലക്ഷൻ മാനേജ്മെന്റിലേക്ക് ഇന്ത്യയിലെ, അതുകൊണ്ട് തന്നെയാണ് DMK അത്ര വലിയ വിജയം എടുത്തതെന്ന് പറയാം. ബാക്കിയുള്ളവർക്ക് BJPക്ക് ഇതറിയാം, പക്ഷേ ADMK അതില്ല തോന്നുന്നു. പക്ഷേ ഒരു രസം വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷൻ ഇതൊക്കെ തയ്യാറെടുപ്പിച്ച DMK അവസാന നിമിഷത്തിൽ കനകയിലു എന്ന മനുഷ്യൻ DMK വിട്ട് ADMKയിൽ പോയിരുന്നു. അപ്പൊ അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് കൂടുതൽ പൈസ വേറെങ്കിലും ഓഫർ ചെയ്യുവാണെങ്കിൽ അവിടെ പോയി അതേപോലെ തന്നെ. അപ്പം നിങ്ങളുടെ സ്ട്രാറ്റജി മുഴുവനും ഒരാൾ പോയി കഴിയുമ്പോൾ അയാൾക്കറിയാമല്ലോ എന്തൊക്കെയാണ് സ്ട്രാറ്റജി. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഞാൻ പറയുന്ന ഈ ഒരു മൈക്രോ മാനേജ്മെന്റ്, അതായത് ഞാൻ ഡൽഹിയിലെ പല ഏജൻസികളും ഉണ്ട് ഇപ്പോൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ എവിടൊക്കെ അസംബ്ലി സെഗ്മെന്റിലോ ലോക്സഭാ സെഗ്മെന്റിലെ അവിടുത്തെ കാസ്റ്റ്, പോപ്പുലേഷൻ, വില്ലേജുകളുടെ സ്പ്രെഡ്, ഇതൊക്കെ ശരിക്കും മാപ്പ് ചെയ്ത് പൈസക്ക് വിൽക്കുന്ന ഡേറ്റ ഏജൻസികളുണ്ട്. അതും വളരെ ഹ്യൂജ് ആയിട്ടുള്ള, അത് ഒരു പാർട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും MP ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരിതൊക്കെ വളരെ കൃത്യമായി മാപ്പ് ചെയ്ത് കൊടുക്കുന്ന ഇതുണ്ട്. അപ്പൊ ഇങ്ങനൊരു കേരളത്തിൽ അത് ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു വസ്തുത, ഇത് ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന ചില വസ്തുതകൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും പൊതുമണ്ഡലവും അവഗണിക്കുന്നു അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളുന്നു എന്ന് പറയുന്നത് എത്ര, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കാൻ പോകുന്ന അവരൊക്കെ അംഗീകരിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളൊക്കെ കാണാൻ പോകണ്ട 10 വർഷത്തിനും കേരളത്തിൽ ഇതൊക്കെ വരാൻ പോവുകയാണ്. ഇപ്പം തന്നെ പറയുന്നുണ്ട് ഈഴവരുടെ വോട്ട്, മുസ്ലിങ്ങളുടെ വോട്ട്, ക്രിസ്ത്യാനികളുടെ വോട്ട്, നായരുടെ വോട്ട് എന്നൊക്കെ പറയുന്നവർ അത് കുറച്ചുകൂടെ സെഗ്മെന്റലൈസ് ചെയ്ത് അതിൻ്റെ മെഷർമെന്റ് എടുക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ഒരു സർവേ പോലല്ല, അത് വളരെ കൃത്യമായി മാപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കണ്ടു മനോരമ എല്ലാ ആഴ്ചയിലും ഒരു ഇഷ്യൂസിൻ്റെ മാപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും അമേരിക്കയിലൊക്കെ പോകുന്ന പ്രസിഡന്റിന്റെ റേറ്റിംഗ് ചെയ്യുന്നു, പിണറായി വിജയന്റെ പെർഫോമൻസിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്പേസ് നമ്മൾ രണ്ടുപേരും മീഡിയയിൽ അസോസിയേറ്റഡ് ആയതുകൊണ്ട് എന്താണ് കേരളത്തിൽ അതിനെ പുച്ഛിച്ച് തള്ളുന്നത് ഇപ്പോഴും?
അല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം ഒരു എക്സെപ്ഷൻ ആയിട്ട് ഇപ്പോഴും നിൽക്കണല്ലോ, ഒരു സ്റ്റേറ്റ് നാഷണൽ പൊളിറ്റിക്സിന്റെ ഒരു മെയിൻ സ്ട്രീമിന്റെ അകത്തല്ല എപ്പോഴും കേരളം നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിന് അതിന്റെ ഒരു പാരമ്പര്യവും ട്രഡീഷനും ഒക്കെ അതിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഒരു കൺസ്യൂമർ സിറ്റിസനെയാണ് ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കാണുന്നത്. ഇതൊരു ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾക്ക് ഇപ്പോഴും വേരോട്ടമുള്ള ഒരു സംസ്ഥാനം നിലയിൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനം പോലും, കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ഇടതുപക്ഷ ഭാവനകൾക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കുന്ന സംസ്ഥാനಕ್ಕೆ ഒരു പക്ഷേ ഈ ദേശീയമായിട്ട് സ്വഭാവം പ്രകടിപ്പിക്കില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം സാർ, എൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കനകോലു ആണെങ്കിലും പ്രശാന്ത് കിഷോർ ആണെങ്കിലും ഏത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒരു ഓർഗനൈസേഷൻ സ്ട്രെങ്ത്, ഓരോ ഓർഗനൈസേഷൻ സ്ട്രെങ്ത് ഉണ്ട്, ആ ഓർഗനൈസേഷൻ നെറ്റ്വർക്കിന്റെ സ്ട്രെങ്ത് ഉണ്ട്, അതിന്റെ കോർ കോമ്പിറ്റൻസ് ഉണ്ട്. അതിൽ തന്നെയാണ് അതിന്റെ സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യുക. ഒരു പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്താൽ അത് പരാജയപ്പെടും. അപ്പോ പറയപ്പെട്ട നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഈ പാർട്ടികൾ ഇപ്പോഴും റിലേ ചെയ്യേണ്ട അവരുടെ തന്നെ ഒരു പരമ്പരാഗതവും അവരുടെ കോർ കോമ്പിറ്റൻസ് എന്താണ്, അതിൽ തന്നെയാണ് അവര് അതിന് അവർക്ക് വിട്ടുപോകാൻ. അത് വിട്ടുപോയാൽ വേറെ പാർട്ടിയായി മാറും. അപ്പൊ CPM സംബന്ധിച്ച കാര്യം അതിനകത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മുടെ ആന്ധ്രയിലെ ജഗന്റെ പാർട്ടിയില്ലേ, YSR കോൺഗ്രസ്, അത് പുതിയതായിരുന്നു. അതും പ്രശാന്ത് കിഷോറാണ് അദ്ദേഹത്തെ അധികാരത്തിൽ കൊണ്ടുവന്നത്. അപ്പൊ അതിനും ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ. YSR കോൺഗ്രസിന് പശ്ചാത്തലം എന്ന് പറഞ്ഞെങ്കിൽ ഈ YSR അവിടുത്തെ ഒരു വളരെ ഐക്കോണിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു YSR. അപ്പോ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം അതിനകത്ത് കോൺഗ്രസിന് അത് വിച്ഛേദിച്ചു പോകണല്ലോ. അപ്പോ അങ്ങനെ വിച്ഛേദിക്കുമ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ടായിരുന്നു. പുതിയതായിട്ട് ആരംഭിക്കുന്നതല്ല. പുതിയതായി നമ്മൾ അങ്ങനെ ആരംഭിച്ച പാർട്ടി ആം ആദ്മിയാണ്. ഇവർക്കൊരു പൊളിറ്റിക്കൽ ബേസ് ആ സമയത്ത് ജഗൻ ആന്ധ്രയെ ബിൽഡപ്പ് ചെയ്തിരുന്നു. കാര്യം YSRന്റെ വലിയ പാരമ്പര്യം അതിന്റെ അകത്തുണ്ട്. കേരളത്തെ സംബന്ധിച്ചുള്ള CPM ഉദാഹരണം നേരത്തെ പറഞ്ഞത് വളരെ ശരി. അമർത്യ സെൻ ഇപ്പോ കേരളം ഈ ദാരിദ്ര്യ മാനദണ്ഡം കൊണ്ടുവരിക. പക്ഷെ CPM എപ്പോഴും CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെലിബ്രിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. ആ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദരവോടെയും ആഘോഷിക്കുന്ന കാര്യം ദേശാഭിമാനി സ്ഥാപിക്കാൻ വേണ്ടി പാലോറ മാതയുടെ കയ്യിൽ നിന്ന് ഒരു കന്നുകുട്ടിയെ വാങ്ങി വിറ്റു. ആ പൈസ ഉപയോഗിച്ചിട്ടാണ് പാലോറ മാത എന്നൊരു പാവപ്പെട്ട സ്ത്രീ അവര് വളർത്തിയുന്ന ഒരു കന്നിനെ CPM നേതാക്കൾ കൊടുത്ത് അത് വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് ദേശാഭിമാനി ആരംഭിച്ചത്. അപ്പൊ CPMന്റെ സെലിബ്രിറ്റി എപ്പോഴും തൊഴിലാളി വർഗവും അടിസ്ഥാന വർഗത്തിൽ വരുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് മമ്മൂട്ടി മോഹൻലാൽ ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെലിബ്രിറ്റി ആയിരുന്നില്ല. ഒരു കാലത്ത് ആവാനും സഹിക്കാനും വേറെ. അപ്പോ ഈ സെലിബ്രിറ്റി ആകുമ്പോൾ അവർക്ക് എന്താ ഇവരുടെ കാഡേഴ്സിന് അടുത്തേക്ക്. കാര്യം CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാഡേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലെഫ്റ്റ് ലീനിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു വിഭാഗമായിരിക്കും. പൊളിറ്റിക്സ് ഒരു പക്ഷേ ആ നിലയിൽ ഒരു മാറ്റങ്ങൾ വലുത് വന്നിട്ടുണ്ടെങ്കിലും ഈ സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണ്. അപ്പോ ഇതിന്റെ അകത്തൊരു സെലിബ്രിറ്റിയെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു സെഗ്മെന്റിലേക്ക് തന്നെ ഒരു മടങ്ങി പോകുന്നത്. അതിനൊക്കെ CPM വിച്ഛേദിക്കുക. കാരണം പുതിയ കേരള ലീഡർഷിപ്പിനെ സംബന്ധിച്ചോളം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഗ്ലോറിയിലും ഈ മീഡിയ ഗ്ലോറി എന്തോ ഒരു വലിയ കാര്യമാണ്. അത് ടെസ്റ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ CPMന്റെ പബ്ലിക്കേഷൻ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു പക്ഷേ ഈ CPMന് ഈ ഇതിന്റെ അകത്ത് ഒരു വിജയം നേടാൻ സാധിച്ചാൽ CPMയുടെ പബ്ലിക്കേഷൻ സ്ട്രാറ്റജി വിജയമാണ് കാണാം. നമുക്ക് തൊട്ടുമൊരു കാര്യം കൂടി നോക്കാം. അതായത് കേരളത്തില് ഈ മാധ്യമങ്ങള് വലിയ ദൃശ്യമാധ്യമങ്ങള് വ്യാപകമായ സമയത്താണ് CPM കൈരളി ചാനൽ തുടങ്ങുന്നത്. CPMന്റെ കാർമ്മികത്വം കഴിഞ്ഞത്. പക്ഷെ കൈരളി ചാനൽ വന്ന തെരഞ്ഞെടുപ്പ് CPM തോറ്റു. അന്ന് ആ ഇലക്ഷൻ പരാജയപ്പെടുക. അപ്പോ അതിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയത് വളരെ വ്യക്തമാണ്. അപ്പോ ഈ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന്റെ കാരണം തികച്ചും ഈ മീഡിയേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സിനകത്ത് ആവണമെന്നില്ല. അവര് വേറെ അവരുടെ ദൈനംദിന പ്രശ്നങ്ങളും മറ്റു അവരുടെ പെർസെപ്ഷൻസ് ഒക്കെ ബന്ധപ്പെട്ട് കാര്യമുണ്ട്. രണ്ടാമതായിട്ട് CPM ഒരു കാര്യം ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന കാര്യം CPM എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. കേരളത്തിലെ വലതുപക്ഷ മാധ്യമം, അവർ പറയുന്ന വലതുപക്ഷ മാധ്യമം, അതായത് മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഇവരുടെ നിരന്തരമായ വിമർശനം സർക്കാരിനെതിരെയാണ്. അവരുടെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ സ്വഭാവം ഉണ്ടായിരിക്കാം. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ ഇവർക്ക് ഇവരുടേതായ മെഷീനറി വേണം. അത് അംഗീകരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്ത് മെസ്സേജാണ് അതിൽ എൻകോഡ് ചെയ്യുന്നതാണ് കാര്യം. ഇപ്പോ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും തുടങ്ങിയ ആൾക്കാർ CPM നിരന്തരം വിമർശിക്കുന്ന ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് ചെറുക്കാൻ വേണ്ടി ഇവർ ഉദ്ദേശിക്കുന്ന ഇവർ കൊണ്ടുവരുന്ന നെഗറ്റീവ് മോഹൻലാലും മമ്മൂട്ടിയുടെ നെഗറ്റീവാണ്. അതല്ലല്ലോ CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെഗറ്റീവ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ നേരത്തെ നമ്മൾ സൂചിച്ച പോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ക്ഷേമം തുടങ്ങി അതിന്റെ ബഹുജന സ്വഭാവമാണ്. അതിലേക്കല്ല പോകണം. അപ്പൊ എപ്പോഴും അതിലേക്ക് പോകുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നെഗറ്റീവ് പരാജയപ്പെടുന്ന സ്ഥലം അപ്പുറത്ത് അതിനെക്കാളും സ്ട്രോങ് ആയ നെഗറ്റീവ് ആണുള്ളത്. അവര് വർക്ക് ചെയ്യുന്ന അതേ സ്കീമിന്റെ അകത്താണ് CPM പോയി വർക്ക് ചെയ്യണമെങ്കിൽ അത് സ്വാഭാവികമായിട്ട് പറയണം. ഞാനിത് പറയുന്നത് അല്ല, അവിടെയാണ് ഈ സ്ട്രാറ്റജി വരുന്നത്. ഇലക്ഷൻ സ്ട്രാറ്റജിയിലെ പരാജയം തേട്ടാ ഞാൻ എന്നെ കാണുന്നത്. മമ്മൂട്ടിയെ കൊണ്ടുവന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ആഘോഷം നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതാണ്. അമർത്യ സെൻ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു, അതൊരു ലോക ന്യൂസാണ്.
ചൈനയ്ക്ക് ശേഷം കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന് ലോകം മുഴുവനും അറിയും. പക്ഷേ അമർത്യ സെൻ വരുന്നതിന് മുമ്പേ അദ്ദേഹം ചോദിക്കും, നിങ്ങളുടെ ഡേറ്റ എല്ലാം എനിക്ക് തരും, ഞാനൊന്ന് പരിശോധിക്കട്ടെ, എൻ്റെ ആൾക്കാർ പരിശോധിക്കട്ടെ എന്ന് പറയും. അപ്പം അതായത് ദർ ഇസ് എൻ ഓഡിറ്റ് ഇൻഹെറന്റ് ഇൻ ഇറ്റ് ബൈ എൻ എക്സ്പെർട്ട് ലൈക്ക് അമർത്യ സെൻ. അവിടെ എനിക്ക് തോന്നുന്നു അവിടെയാണ് കേരളത്തിൻ്റെ പരാജയം. അതായത് ഇതൊക്കെ പബ്ലിക് ഓഡിറ്റിന് അല്ലെങ്കിൽ എക്സ്പെർട്ട് ഓഡിറ്റിന് വിധേയമാകുന്ന ഒരു സംഗതിയാണെന്നുള്ള ഒരു ബോധമില്ലായ്മ ഇപ്പം എനിക്കൊന്ന് CPM-ന്റെ പല ഇടതുപക്ഷത്തിൻ്റെ, CPM-ന്റെ മാത്രം ഇടതുപക്ഷത്തിൻ്റെ പല നേതാക്കന്മാർക്കും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു ബിൽഡപ്പ് മാത്രമായിട്ട് അവർ കാണുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈവന്റ് മാനേജ്മെന്റ് ആയിട്ട് ചുരുങ്ങുന്നത് എനിക്ക് തോന്നുന്നു.